ആച്ചമ്പിള്ളേ, എന്തോ നമ്മുടെ മറ്റേ കക്ഷി പോയോ? ഏത് മറ്റേ കക്ഷി? നമ്മുടെ എഞ്ചിനീയറുടെ ഭാര്യ, ബാങ്ക് ജോലിയുള്ള സരസമ്മ. അയ്യേ, സരസമ്മ എന്റെ മേജറെ മൂത്ത് നിറച്ചില്ലേ? ഇനിയെങ്കിലും ഈ പഞ്ചാരടി നിർത്തിക്കൂടെ? എന്റെ എവിടെയാണോ നരച്ചത്? ഇനി എവിടെയാ നിറയ്ക്കാൻ ബാക്കിയുള്ളത്? കാണാവുന്ന ഭാഗത്തുള്ള നാരിയൊക്കെ ചായം തേച്ച് കറുപ്പിച്ചിട്ടില്ലേ? നീ ആയിട്ട് ഗ്ലാമർ കളയും. എനിക്ക് പ്രായം കുറച്ചായെങ്കിലും എന്റെ മനസ്സിപ്പോഴും നരച്ചിട്ടില്ല. അതല്ലേ പെണ്ണുങ്ങൾക്ക് ഇപ്പോഴും എന്നെ കാണുമ്പോ ഒരിളക്കം. ഒരു ദിവസം അവളുമാരെ മൊത്തമായിട്ട് ഇളകി വന്ന് സാറിന് എടുത്തിട്ട് പെരുമാറാഞ്ഞാ മതി. അവിടെ ഒരു ദിവസത്തിന് എന്റെ കൈ കിട്ടും കേട്ടോ. അന്നേ കാണിച്ചു തരാം, നോക്കിക്കോ. എന്നോ ഇതുവരെ തന്നെ പോണ്ട്, അത് ഓർമ്മ മതി. അന്ന് ഈ പാച്ചുള്ള കാണിച്ചു തരടാ. അമ്പടാ, ആരെ പിടിക്കാനാ ഈ പിള്ളേരിങ്ങനെ ദിവസവും കാലത്ത് കിടന്ന് ഓടുന്നത്? അവന്മാരും പിടിക്കാൻ ഓടില്ല. അവന്മാർ ഞാൻ പിടിക്കുന്ന കരുതിട്ട് അവർ ഓടുകയാണ്. എന്താ പറ്റ് കാശ് തരാനുണ്ടോ? ഇതിന്റെ ഒരു പറ്റുന്നല്ല, പറ്റിപ്പെന്ന. ഒരു ദിവസം എന്റെ കൈ കിട്ടു, അന്ന് 4 ഞാനും പറ്റിക്കൂ. എന്നോടൊരു വാക്ക് പറഞ്ഞാ പോരായിരുന്നോ? പറയണ്ട മേഖലേട്ടാ, 3 മാസം കഴിഞ്ഞപ്പോ പെണ്ണിന് ഛർദി, ഇരിക്കാൻ വയ്യ. അപ്പൊ ആളാരാ? ആ മൂത്ത് ചേർക്കുന്നല്ലേ കോളേജിൽ പഠിക്കുന്ന പയ്യൻ. അവരെങ്ങോട്ട് പിന്നെ ഒന്നും പറയണ്ട. 100 രൂപ ഒന്ന് കാക്ക വളർന്നു വറക്കും. അപ്പം ബാക്കിയോടെ? ബാക്കി ഇതേപോലെ വരും. ഇൻസ്റ്റാൾമെന്റോ? ഞങ്ങളുടെ എമൗണ്ട് കംപ്ലീറ്റ് ഗതുക്കളായി ഗൾഫിന് വന്നോണ്ടിരിക്കുക. അപ്പൊ അറബി ഫാമിലി ആണല്ലോ. ഒരു പാക്കറ്റ് ബിൽസ് 2 ആക്കിക്കോ. 3 ആയിക്കോട്ടെ. 7 തീപ്പെട്ടി. 7 തീപ്പെട്ടി? എന്താ വെടിക്കെട്ടുണ്ടോ? ഉണ്ടാവും ഉണ്ടാവും. എടേ കോരെ, ക്യൂൻസ് ഹോട്ടലിലെ ക്യാമറ നീ കണ്ടിട്ടുണ്ടാടേ? കൊള്ളാം, എന്തൊരാട്ടം. കിളവന്മാര് വരെ വീട് പോവില്ലേ? എന്നാ പിടിച്ചോ, ഒരു ബാഗ് ബിൽസും തീപ്പെട്ടിയും പിടിച്ചോ. ബാക്കിയോ? ബാക്കി പാർസലാക്കി ഞാൻ ബംഗ്ലാവിലേക്ക് അയച്ചു തരാം കേട്ടാ. എടേ ഇപ്പൊ ഇത് മതിയുടെ, ഇതൊന്നും വലിച്ച് ശരീരം കേട് വരുത്താതെ മക്കളെ. ഒന്നോ ഞങ്ങള് വേറെ ചില കാര്യങ്ങൾ പറയാം. ഏത് വേറെ ചില കാര്യം? അല്ല പാച്ചേട്ടാ, നമ്മുടെ നാട്ടിലെ ചില പകൽമാന്യന്മാരെ കാണണമെങ്കിൽ രാത്രി ആവുമ്പോ ക്യൂൻസ് ഹോട്ടലിലെ ക്യാമറ ഹോളിൽ ചെന്ന് നോക്കിയാ മതി. വായും പൊളിച്ചല്ലേ ഇരിക്കുന്നത്? ഞങ്ങള് ചിലരുടെയൊക്കെ ചില ഫോട്ടോകളൊക്കെ എടുത്തിട്ടുണ്ട്. ചിലപ്പോ അത് ഈ നാട്ടിലെ ചുവരുകളിലൊക്കെ കണ്ടെന്നും വരും. അല്ല, ഒരു ലോകകാരി ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. കള്ളു കുടിക്കാനും പെണ്ണുങ്ങൾ ഉടുതുടില്ലാതെ ഡാൻസ് ചെയ്യുന്നത് കാണാനും മറ്റേതൊക്കെ നിങ്ങളുടെ കൈ കാശുണ്ടല്ലേ? സപ്പോസ് പാച്ചിപ്പിള്ള ചേട്ടന്റെ കടയിൽ നിന്ന് പറ്റിയ 10 കാശ് തരാൻ നിങ്ങളുടെ കയ്യിലില്ല അല്ലേ? നോക്കിക്കോ, ഒരു ദിവസം ഉടുതുണി ഇല്ലാതെ ഈ പബ്ലിക് റോട്ടിൽ നിന്ന് ക്യാമറക്കാർ ഞങ്ങളെ കൊണ്ട് കളിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് പാച്ചോട്ടൻ നല്ല സൂക്ഷിച്ചു നമുക്ക് മിനിസ്റ്റർ ഒന്ന് കാണണം. പിന്നെ ആ ഫോട്ടോ ഒന്ന് പത്രത്തിൽ പ്രസിദ്ധീകരിക്കണേ. പാച്ചേട്ടാ, ഞങ്ങൾ പോകുന്നു. പാച്ചേട്ടാ, ഇല്ല മേജർ സാറേ, സാറിനെന്താ പിള്ളേരെ കാണുമ്പോ ഒരു ചമ്മല്? അലവലാദികൾ എവരെയൊക്കെ കാണുന്നതേ ഇറണക്കേടാ. യവന്മാരുമായിട്ടൊന്നും സംസർഗം പാടില്ല പച്ചപ്പിള്ളേ. പിന്നെ മാന്യന്മാർക്ക് വേണ്ടി മാത്രം ഒരു കച്ചവടം നടത്താൻ പറ്റുമോ? എന്താണ് മേജർ സാറേ, ഞാൻ ജീവിച്ചു പോയിക്കോട്ടെ. രാവിലെ തന്നെ വന്നിരുന്ന ഓരോരോ ഉപദേശങ്ങള്. എന്താണ് മേജർ സാറേ മുഖത്തൊരു ചളിയർച്ച ഭാവം? ഒന്നുമില്ല. എന്നാലും എന്തൊരു മനസ്സിലുണ്ടല്ലോ. ആര് കോഴിക്കുഞ്ഞോ? കൊറേ കാലയിലെ കണ്ടിട്ട്. ഞാൻ അല്പം ബിസിയായിരുന്നു വെച്ചത്. അല്ല, നിങ്ങളല്ലേ അന്ന് പറഞ്ഞത് ട്രാൻസ്പോർട്ട് കൊണ്ട് സുന്ദരൻ നാട അല്ലെന്ന്? അങ്ങേര് തന്നെ ആണെങ്കിൽ താൻ പോയി ബസ് കയറി ഇരുന്നു. അന്തസ്സുള്ളവരായ പറഞ്ഞ വാക്കിന് വില വേണം മിസ്റ്റർ. അന്തസ്സിനെ പറ്റി താൻ കൂടുതൽ സംസാരിക്കണ്ട. അന്തസ് കൂടി ഉണ്ടായിരിക്കും പെമ്പിള്ളാർ പറയാൻ വായുവൊക്കെ ഇറക്കുന്നത്. സ്ത്രീയും പുരുഷനും കണ്ടുമുട്ടിയാൽ പരസ്പരം ഇഷ്ടപ്പെട്ടാൽ അതിലെന്താ തെറ്റ്? ഇഷ്ടപ്പെട്ടാലല്ല, ഇഷ്ടപ്പെടാനും പ്രേമിക്കാനും വേണ്ടിയല്ലേ പുറകെ നടക്കുന്നത്. പ്രേമം ഇത്ര ഒരു അലവലാതി പരിപാടി ഈ ലോകത്തിലില്ല. റോമിയോ ജൂലിയറ്റ് എന്ന് കേട്ടിട്ടുണ്ട്. ലോകം മുഴുവൻ കരഞ്ഞ പരിശുദ്ധ പ്രേമം.
അവരെന്താ അലവലാദികളാ? ആണേലും അല്ലേലും അവസാനം ചത്തില്ലേ രണ്ടും? എന്നാ പിന്നെ ഈ കോളേജിലും സ്കൂളിലൊക്കെ അത് പഠിപ്പിക്കുന്നതിനാ? പറ. ആ അതൊരു ചോദ്യ മേജർ സാർ, അതൊരു ചോദ്യ. എടാ മരമണ്ടന്മാരെ, ഇതൊക്കെ പഠിപ്പിക്കുന്നത് നിന്നെ പോലുള്ള ഒരു പെമ്പിള്ളാടെ പിറകെ വായു കിടക്കാതിരിക്കാൻ വേണ്ടിയാ. മനസ്സിലായോ? അല്ല, നിന്നെയൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? നല്ല കുടുംബത്തിൽ പിറന്നവരാരും ഈ നാറി പഠിക്കും. കുടുംബത്തെ പറ്റി പറഞ്ഞ അടിച്ചെന്നെ പല്ല്. ഇനിയും പറയും, നല്ല കുടുംബത്തിൽ പിറന്നവരാരും ഈ നാറി പണിക്ക് പോവില്ല. തന്റെ കുടുംബം നല്ലതാണോ? എന്താ സംശയം? തനിക്ക് പെമ്മക്കളുണ്ടോ? ഉണ്ടെങ്കിൽ അവൾ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ? ഇല്ല. എന്നാ നല്ല കുടുംബത്തിൽ പറഞ്ഞ തന്റെ മകള് ആരെങ്കിലും പ്രേമിക്കുന്നതാണോ? അതിന് വേറെ ആരെങ്കിലും മകളായിരിക്കണം. ബെറ്റുണ്ടോ? ബെറ്റുണ്ട്, ബെറ്റോ, ബെറ്റുണ്ട്, ആ. ബെറ്റുണ്ട്. മേജർ സാറേ, ഇത് നമ്മുടെ കുടുംബ പ്രശ്നമാണ്. ബെറ്റ് അടിക്കണം. എന്താ പറ്റ്? ബെറ്റ്. എന്താ പറ്റ്? 3 മാസത്തിനുള്ളിൽ തന്റെ മകൾ ആരെങ്കിലും പ്രേമിക്കുന്നു എന്ന് ഞാൻ സ്ഥാപിച്ചാൽ താൻ ഈ ഒരു ദിവസത്തെ മീശെടുക്കണം. അയ്യേ, അത് കാണാൻ ഭയങ്കര വൃത്തിയായിരിക്കും. അല്ല, സപ്പോസ് അവൾ പ്രേമിച്ചില്ലെങ്കിലോ? അങ്ങനെ എന്റെ തല ഞാൻ മുട്ട മുട്ട അടിക്കണം. അത് നമുക്ക് പച്ച പോരാ, മുട്ടയടിക്കണം. അടിക്കണം. മുട്ടയടിക്കണം. എല്ലാം അടിച്ചാലേ. ബെറ്റ്, ബെറ്റ്, ബെറ്റക്ക് ബെറ്റ്. ബെറ്റ്. എണ്ണിക്കോ? മാസം 3. എന്നാ മുട്ടയടിക്കാനുള്ള ദിവസം താനും എണ്ണിക്കും. ഒന്നാം സാക്ഷി പാച്ചിപ്പിട. ഒന്ന് ചോദിച്ചോട്ടെ, അതിപ്രശസ്തനായ ഒരു ഫയൽവാൻ ഈ ഭാഗത്ത് എവിടെ താമസമുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ വീട് അറിയാമോ? പേരെന്താ? എന്റെ പേര് കോര. ഫയൽവാന്റെ പേര്? ഫയൽവാൻ വാസുപിള്ള. ആ, താനെന്തിനാ ഫയൽവാനെ കാണുന്നത്? അദ്ദേഹത്തിന്റെ കഴിവുകളെ പറ്റി പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ വീരശൂരന്റെ ശിഷ്യനാകാൻ അടിയൻ ആഗ്രഹിക്കുന്നു. ഫയൽവാൻ വാസുപിള്ള അത്ര വലിയ മിടുക്കനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അനാവശ്യം പറയരുത്. ഇതുവരെ അദ്ദേഹത്തിന്റെ ശിഷ്യനാകാൻ കഴിഞ്ഞില്ലെങ്കിലും ആ മഹാന് വേണ്ടി ഏകലവ്യനെ പോലെ എന്റെ വിരല് മുറിച്ചു കൊടുക്കാൻ പോലും ഞാൻ സന്നദ്ധനാണ്. വെറുതെ വിരൽ കളയണ്ട. നിങ്ങൾ പറയുന്ന യാതൊരു കഴിവും അയാൾക്കില്ല. മിണ്ടരുത്. ഇനി ഒരക്ഷരം മിണ്ടിയ അടിച്ചു തന്റെ പല്ല വെക്കും. അത്ര വലിയ ഗുരുഭക്തിയാണോ? എന്നാൽ അതൊന്ന് കാണണമല്ലോ. ഫയൽവാൻ വാസുപിള്ള ഒരു തെണ്ടിയാണ്. ക്ഷമിക്കണം, എന്റെ ഗുരുവിനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഈ അടി എനിക്ക് കിട്ടിയ അംഗീകാരമാണ്. നിനക്ക് എപ്പോ വേണമെങ്കിലും വന്ന് ഗുസ്തി പിടിക്കാം. ഞാനാണ് ഫയൽവാൻ വാസുപിള്ള. ഗുരു, നീ എന്തിനാണ് ഈ ലോകത്തുള്ള പെണ്ണുങ്ങളൊക്കെ പറ്റി അപവാദം പറയുന്നത്? അല്ല, നീയല്ലേ പറഞ്ഞ ആ ജാനുവിന് ഗർഭാണ്, വയറ്റിൽ കുട്ടിയാന്നൊക്കെ, ഡോക്ടർ ഓപ്പറേഷൻ ചെയ്ത് കട്ടിയാന്ന് പറഞ്ഞല്ലോ. അല്ല, നിനക്ക് ഈ ബോർഡ് എഴുതി നടന്നാ പോലെ എന്തിനാ അപവാദം? ആ പാച്ചേട്ടാ, പാച്ചു എന്ന് വിളിച്ചാ മതി. എന്താ പാച്ചേട്ടാ? ആ, പറ്റത്ത രൂപയായി. കയ്യെടുക്ക്. 310 രൂപ. 310? ഇതെന്താ അക്ഷയ പാത്രം? അല്ല, ചെമ്പ് പാത്രം. അല്ല, തന്നാലും തീരുന്നില്ല. ആട്ടെ, കറക്റ്റ് കണക്ക് പറ. 310 രൂപ 25 പൈസ. നിന്റെ ഒക്കെ കണക്ക് എന്റെ മനസ്സിലുണ്ട്. അത്രയല്ലേ ആയുള്ളൂ. ആ 400 തികഞ്ഞില്ലല്ലോ. പാച്ചേട്ടൻ പോയി. ഇനി കട ഇവിടെ ഇട്ടേച്ച് ഞാൻ അവിടെ പോണോ? അയ്യോ, അതല്ല പാച്ചേട്ടാ. വാച്ചേട്ടാ. ഒരു പാക്കറ്റ് വിൽസും ആ. ഇതേ 2 പഴവും. ആ സപ്പോസ് പഴം ഇതേ തന്നെ വേണോ? ഒരു 5 രൂപ എടുത്തോണ്ട് വച്ചിട്ട് അപ്പൊ 400 തയ്യോ? എടാ, നിന്റെ തന്തയല്ല എനിക്ക് ഇവിടെ കട വെച്ചെന്ന് അറിയോ? എടാ, മനുഷ്യനാലേ കുറച്ചൊക്കെ ഒരു ഇതൊക്കെ വേണം. സപ്പോസ് എന്തെങ്കിലുമൊക്കെ വേണം. അല്ല, ഈ കണക്കിന് പോയി നീയൊക്കെ എന്നെ റോഡാ നേരാക്കല്ലോ അല്ലേ? അപ്പൊ പാച്ചേട്ടൻ ഞങ്ങളോടെ കൂടാല്ലോ. എന്തിൽ തെണ്ടാനോ? ആ ചേടാ, നിങ്ങളെ പറച്ചിൽ കേട്ടാ തോന്നും എനിക്ക് നോട്ടടിയാ തൊഴിലൊന്നും. എന്റെ കൈ കാശുണ്ടേ തരുവോ? ഇല്ലാഞ്ഞിട്ട് ഉണ്ടെന്ന് തരുമോ ഇല്ലാഞ്ഞിട്ടല്ലേ എന്ന്. അപ്പൊ സപ്പോസ് ഉണ്ടെങ്കിലും തരില്ല. ഇങ്ങനെ വായും പൊളിച്ച് നടന്നാൽ എവിടുന്ന് ഉണ്ടാവും? കോളേജ് വെക്കേഷൻ അല്ലേ? ഒന്നുകിൽ വീട്ടിൽ പോവുക, അല്ലെങ്കിൽ സപ്പോസ് എന്തെങ്കിലും ജോലിക്ക് പോവുക. ഇപ്പൊ തെണ്ടാൻ വരെ യൂണിയൻ മെമ്പർ ആവണം. മെമ്പർഷിപ്പിനുള്ള കാശുണ്ടെ പിന്നെ എന്തിനു തെണ്ടുന്നത്? നീ എന്ത് ജോലിയും ചെയ്യും? എന്റെ മാന്യതയെ ചോദ്യം ചെയ്യാത്ത എന്ത് ജോലിയും ചെയ്യും. മാന്യതയോ നിനക്കുണ്ടത്? ആ, നീ ഏതായാലും ഒരു കാര്യം ചെയ്യും. ഇവിടെ വന്നിരിക്കുന്ന ആ കിഴവ മേജറില്ലേ, ആ പെൺകോന്തനോ? ആ അയാളുടെ വീട്ടിൽ ഈ അല്ലറ ചില്ലറ ജോലിക്കൊക്കെ ഒരാളെ വേണം. നീ പോയിട്ട് അയാളെ കണ്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല, ആ തവണയൊന്ന് കാണും.